ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്നും അതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി എസ് എ ആയിട്ടായിരിക്കും അത് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അതായത് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു എസ് എ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി. ഇത് എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും ഒക്കെ വരാം. ഓക്കെ, എനിവേ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ടാക്സബിൾ സാലറി ഉണ്ടല്ലോ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഗ്രോസ് സാലറി കണ്ടതിന് ശേഷം അതിന്ന് നമ്മൾ കുറച്ച് ഡിഡക്റ്റ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ടാക്സബിൾ സാലറി, അതിനെയാണ് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി. ദ ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് സാലറീസ് ഈസ് കമ്പ്യൂട്ടഡ് ആഫ്റ്റർ മേക്കിംഗ് ദ ഫോളോയിങ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അതിന് മുന്നേ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മൾ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, തന്നിട്ടുള്ള അലവൻസ്, അതുപോലെ തന്നെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വല്ല മോട്ടോർ കാർ, അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം, എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഗ്രോസ് സാലറി കാണുമല്ലോ. ഗ്രോസ് സാലറി കണ്ടതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലാണ്ട് ആദ്യം തന്നെ ഇത് പോയി ചെയ്യരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊന്നും അത് ചെയ്യരുത്. ഏറ്റവും അവസാനമായിരിക്കണം ഈ പറഞ്ഞ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറിയിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 16. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലോസ് സാലറി ഇൻഡിവിജ്വൽസ് ടു ക്ലെയിം എ ഫ്ലാറ്റ് ഡിഡക്ഷൻ ഫ്രം income towards expenses that would be incurred with relation to his or her employment. Standard deduction is allowed up to rupees 15,000 or the amount of salary received, whichever is less. അതായത് നമ്മളിപ്പോൾ ഗ്രോസ് സാലറി കണ്ടു. ഗ്രോസ് സാലറി കണ്ടാൽ അത് എത്ര തന്നെ ആയാലും നമ്മൾ അതിൽ നിന്നും 50,000 രൂപ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് 50,000 രൂപ മൈനസ് ചെയ്യണം. അത് എത്ര തന്നെയായാലും, അതിപ്പോൾ 40,000 രൂപയാണെങ്കിൽ നമ്മൾ മൈനസ് ഒന്നും ഇട്ട് വയ്ക്കരുത്, 40,000 എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് അവർ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാനൊന്നുമില്ല. 50,000 രൂപ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് അങ്ങ് മൈനസ് ചെയ്യുക. ഓക്കെ, ഗ്രോസ് സാലറി കണ്ടതിന് ശേഷം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി എന്നായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ അതൊന്ന് അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? ടാക്സബിൾ സാലറി ഓർ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ചിലപ്പോൾ മാത്രമേ ക്വസ്റ്റ്യനിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അല്ലെങ്കിൽ വേറെ ഒന്നും കൂടെ ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ്, അത് പറയത്തുള്ളൂ ചിലപ്പോൾ. അതല്ല കാൽക്കുലേറ്റ് ടാക്സബിൾ സാലറി ഓർ ഇൻകം ഫ്രം സാലറി എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ചിലപ്പോഴേ പറയുള്ളൂ എന്ന് പറയാൻ കാരണം, ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറയുന്നത് ഓൺലി ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമാണ്. ഓക്കെ, ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്താ നോക്കാം. Entertainment allowance received by an employee is first included in the salary and a deduction is allowed. This deduction is allowed only to government employees. The deduction is made as follows. Okay, ഇപ്പം ഞാൻ പറഞ്ഞു ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ മേ ബി ഈ DA അതുപോലെ തന്നെ കമ്മീഷനൊക്കെ തരുന്ന പോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം അത് ചെയ്ത് മൈനസ് വെക്കരുത്, ഒന്നും ചെയ്യരുത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ വെച്ചിട്ട് ഗ്രോസ് സാലറി കാണുക. എന്തൊക്കെ ഐറ്റംസ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ഗ്രോസ് സാലറി കാണുക. അങ്ങനെ എല്ലാ കംപ്ലീറ്റ് ഗ്രോസ് സാലറി ഡിഡക്റ്റ് ചെയ്തെല്ലാം കണ്ടതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഐറ്റം ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് മൈനസ് ചെയ്യാം, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റാണ്. അതും
ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രമാണെങ്കിൽ, ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്തവർ, അതായത് നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ത് ചെയ്യരുത്, ഡിഡക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇനി എൻ്റർടൈൻമെൻറ്റ് അലവൻസിൽ എങ്ങനെയാണ് ഡിഡക്റ്റ്, അല്ലെങ്കിൽ എത്ര രൂപയോളം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം ദ ഗ്രോസ് സാലറി ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ₹5,000 പെർ ആനം. അതായത് ഒരു വർഷത്തിൽ 5,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരു വർഷത്തിൽ 5,000. അതല്ലാന്നുണ്ടെങ്കിൽ ബേസിക് സാലറിയുടെ 20%. ബേസിക് സാലറിയുടെ 20% എന്ന് പറയുമ്പോൾ അയാൾക്കൊരു മാസം കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കില്ലേ, കൃത്യമായിട്ട് 10,000 രൂപ സാലറി, അല്ലെങ്കിൽ 20,000 രൂപ, അല്ലെങ്കിൽ 25,000 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യമായിട്ടൊരു സാലറി പറയുമല്ലോ. അതായത് ഈ പറഞ്ഞ കമ്മീഷനോ DAയോ അല്ലെങ്കിൽ വേറെ പറഞ്ഞ അലവൻസോ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യാണ്ട് ബേസിക് ആയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ വർക്കിന് പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് വർക്കിന് പോകുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഒരു കൃത്യമായിട്ട് ഒരു എമൗണ്ട് മാസം കിട്ടുന്നുണ്ടായിരിക്കും, 10,000 രൂപ, 25,000 രൂപ എന്ന് പറഞ്ഞിട്ട്. അതിനെയാണല്ലോ ഈ ബേസിക് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ആ ബേസിക് സാലറിയുടെ 20%. ഓക്കെ, പിന്നെ മൂന്നാമത് പറയുന്നതാണ് ദ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് ആക്ച്വലി റിസീവ്ഡ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എത്ര രൂപയാണ് റിസീവ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ 3 എമൗണ്ടിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ആയിരിക്കും ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ എമൗണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന ഏതാണ്, 5,000 പെർ ആനം. അതായത് മാക്സിമം 5,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഡിഡക്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, 5,000 പെർ ആനം, ഒരു വർഷത്തിൽ 5,000 രൂപ. ഓക്കെ, അതല്ല അതിനേക്കാളും ചെറുതാണ് ബേസിക് സാലറിയുടെ 20%. 20% ഓഫ് ബേസിക് സാലറി എന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5,000 രൂപ എടുക്കാൻ പറ്റില്ല. 20% ഓഫ് ബേസിക് സാലറി എന്ന് പറയുന്നത് 5,000 രൂപയേക്കാളും ചെറുതാണെങ്കിൽ അതാവും ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അതല്ല ഇനി ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാളും ചെറുതാണ് ദ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് ആക്ച്വലി റിസീവ്ഡ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ കിട്ടിയ എമൗണ്ട് ഈ പറഞ്ഞ 2 എമൗണ്ടിനേക്കാളും, അതായത് 5,000 പെർ ആനും അതുപോലെ തന്നെ 20% ഓഫ് ബേസിക് സാലറിനേക്കാളും ചെറുതാണെങ്കിൽ അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതും ഗവൺമെൻറ് എംപ്ലോയീസ്, നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ല, ഓൺലി ഗവൺമെൻറ് എംപ്ലോയീസ്. അതും ഗ്രോസ് സാലറി എല്ലാം കണ്ടതിന് ശേഷം മൈനസ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകും. കാരണം ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പെർ മന്ത് ഇത്ര രൂപയാണ്, അല്ലെങ്കിൽ പെർ ആനുവലി ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്നും നമ്മളൊന്നും ചെയ്യരുത്. ഗ്രോസ് സാലറി കണ്ടതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ റിപ്പീറ്റായിട്ട് പറയാനുള്ള കാരണം മാറിപ്പോകും, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ് നമ്മൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ അടയ്ക്കുന്ന ടാക്സ് ഉണ്ട്. അതായത് ഈ മുനിസിപ്പാലിറ്റി, എനിക്ക് തോന്നുന്നുണ്ട് മുനിസിപ്പാലിറ്റി, പഞ്ചായത്തിലോട്ടൊക്കെ നമ്മൾ അടയ്ക്കുന്ന ടാക്സ്, കറക്റ്റ് അറിയില്ല. എനിവേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കുന്ന ടാക്സ്, ആ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എത്ര രൂപയാണോ അടച്ചിട്ടുള്ളത് ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ലീവ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് എലിജിബിൾ ആസ് എ ഡിഡക്ഷൻ. The amount so paid can be deducted from the taxable salary. The deduction will be allowed in the year in which the tax is actually paid by the employee. Okay, എത്ര രൂപയാണോ പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടുള്ളത് ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മൈനസ് ചെയ്യാൻ കഴിയും. അതല്ല പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ, പിന്നെ നമ്മളത് നോക്കുകയോ വേണ്ട, ബാക്കി രണ്ടെണ്ണം ചെയ്താൽ മതി, എന്നിട്ട് എമൗണ്ട് എടുത്തെഴുതുക. ഓക്കെ, അതാണ് പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിൽ നമുക്ക് കുറച്ച് essay പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അങ്ങ് മനസ്സിലാവും എങ്ങനെയാണ് ഓരോന്ന് ചെയ്യേണ്ടതെന്നൊക്കെ. അതായത് വാല്യൂഷൻ ഓഫ് മോട്ടോർ കാർ, അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഡിഡക്ഷൻ്റെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് essay ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ നമുക്ക് 1-2 പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഇപ്പോൾ ഞാൻ ആക്ച്വലി ടെക്സ്റ്റിൽ നോക്കിയിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ നോട്ട്സ് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പ്രൊഫഷണൽ ടാക്സ് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ, വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിവേ, താങ്ക് യു.